എനിക്കൊരു കുഞ്ഞ് ജനിച്ച സമയത്താണ് ഞാൻ ഹോട്ട്സ്റ്റാർ ഓഫീസിലേക്ക് ഈ കഥ പറയാൻ വരുന്നത്. ഇന്നിപ്പോൾ അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇറ്റ്സ് ബീൻ ക്വൈറ്റ് എ ലോങ് ജേണി. ഏറ്റവും നന്ദി പറയാനുള്ളത് ഈ വലിയ യാത്രയിൽ കൂടെ നിന്ന ഓരോരുത്തരോടുമാണ്. അത് ടെക്നീഷ്യൻസായിട്ട്, കാസ്റ്റായിട്ട്, എൻ്റെ ഒപ്പം കൂടിയ കൃഷ്ണേട്ടൻ്റെ അടുത്ത്, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വിഷമത്തിലും എൻ്റെ ഏകാന്തതയിൽ എന്നെ നല്ല വാക്ക് പറഞ്ഞ, എന്നെ നല്ലൊരു മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഓരോ പ്രിയപ്പെട്ട കൂട്ടുകാരിക്കും കൂട്ടുകാരനും എൻ്റെ പ്രിയപ്പെട്ട താങ്ക്സ്. കുറേ കാത്തിരുന്നു. ഇനി സംസാരിച്ച് ഞാനായിട്ട് ഇനിയും ഡിലേ ചെയ്യിക്കുന്നില്ല. നമുക്ക് കാണാം. എന്നെ ഒരു അനിയനെ പോലെ കാണുന്ന ജിയോ ഹോട്ട്സ്റ്റാറിലെ വ്യക്തികൾ കാരണമാണ് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ആ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്കറിയില്ല ഇങ്ങനെ പറയണ്ടേന്നുള്ളത്. താങ്ക് യു. അതിനെതിരെ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ പ്രോജക്റ്റ് സാധ്യമാക്കിയവരിവിടെയുണ്ട്. ബിഗ് താങ്ക്സ് ടു ജിയോ ഹോട്ട്സ്റ്റാർ. അവരുടെ ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷൻ എങ്കിലും നടക്കില്ല. ഒരു സോഷ്യൽ ഡ്രാമ എന്ന ജോണർ തന്നെ അവതരിപ്പിക്കുക അത്ര എളുപ്പമല്ല. ഇത് കേട്ട ഉടനെ കഥയ്ക്ക് എസ് പറഞ്ഞ പ്രിയപ്പെട്ട നിവിൻ, ഈ കഥ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞത് മുതൽ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണേട്ടൻ്റെ പിന്തുണയെങ്കിൽ ഈ പ്രോജക്റ്റ് നടക്കില്ല. ഒരുപാട് കാലത്തെ യാത്രയാണിത്. എൻ്റെ പ്രിയപ്പെട്ട കാസ്റ്റ് ആൻഡ് ക്രൂ, ഇത് ഓരോരുത്തരും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് അഭിനയിച്ച, ഒരു ദിവസം ഒന്ന് അഭിനയിച്ചവർ മുതൽ ഇതിന്റെ അവസാന നിമിഷം വരെ എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ഷൻ ടീം, ഉണ്ണി, അഖിൽ, അവരൊക്കെ എൻ്റെ കൂടെ 2 വർഷമായിട്ട് നിൽക്കുകയാണ്. ഉണ്ണി, അഖിൽ പ്ലീസ് കം. എൻ്റെ ചീഫ് സാഗർ, റീമ, ഇവരൊക്കെ ഉണ്ട്. ഫാർമിൽ വർക്ക് കഴിഞ്ഞ് വിളിക്കുകയാണ്. ഓരോരുത്തരും, എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, എൻ്റെ സുഹൃത്തുമാണ് ഫോറസ്റ്റ്. ബട്ട് ദ ഫൈറ്റ് ഈസ് റിയലി ബിഗ്. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ വിക്ടിംസിന്റെ ഒരു വലിയ, ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഡേറ്റ കിട്ടാൻ വലിയ പാടാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കമ്പനികളൊക്കെ നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്ന പേരുകളേ ഉള്ളൂ, നമുക്ക് പരിചയമുള്ള പേരുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിഷേധത്തെ ഈ ഒരു കഥയിലൂടെ, ഫിക്ഷനിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് മീറ്റിംഗ്. നിങ്ങളുടെ പലവരുടെയും എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ സീരീസാണ് അത്. ആക്ച്വലി ഇങ്ങനെ ഒരു ഫാർമയിലായതിൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പലതും ചെയ്യാറ്. പക്ഷേ ദിസ് സ്റ്റോറി ഹാസ് ടു ബി ടോൾഡ് എന്ന് തോന്നി കഥ കേട്ടപ്പോൾ തന്നെ. സോ താങ്ക് യു ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദിസ്. ഇത് റിലേറ്റ് ചെയ്യുക മാത്രമല്ല, എല്ലാ ഫാമിലീസും അല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് ഭാഗമാകാൻ പറ്റിയില്ല. അരുൺ വിളിച്ചതിനും താങ്ക് യു കൃഷ്ണ, താങ്ക് യു ജിയോ ഹോട്ട്സ്റ്റാർ. ഒരുപാട് എന്താ പറയുക, നമ്മൾ വളരെ ഇൻഫോർമേറ്റീവായിട്ട്, എല്ലാം എൻ്റർടൈനിങ്, നമ്മൾ മാസ് മസാല മാത്രമല്ലാണ്ട് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന അരുൺ, ഫാന്റാസ്റ്റിക് ജോബ്. താങ്ക് യു. ശ്രുതി. Hello, എല്ലാവർക്കും നമസ്കാരം. Thank you so much for coming. Arun, thank you so much for giving me Dr. Janaki. I think എനിക്ക് എപ്പോഴും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. താങ്ക് യു കൃഷ്ണേട്ട. ആൻഡ് ഈ കഥ കേട്ടപ്പോൾ 100% ഒരു അവയർനെസ് തന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് ദിസ് എ സ്റ്റോറി ദാറ്റ് നീഡ്സ് ടു ബി ടോൾഡ്. അപ്പോൾ എല്ലാവരും ഇത്, ഐ ഹോപ്പ് യു ഗൈസ് വിൽ സ്പ്രെഡ് ദ വേർഡ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അരുൺ, താങ്ക് യു കൃഷ്ണേട്ട, താങ്ക് യു ഹോട്ട്സ്റ്റാർ. ഐ ആം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഫാർമ. ഈ ഒരു കണ്ടന്റ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കേട്ടപ്പോൾ തന്നെ. അതായത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കണ്ടന്റാണ്. ഐ തിങ്ക് ഇത് കണ്ടത് കഴിഞ്ഞിട്ട് ശേഷം എല്ലാവർക്കും ഒരു അവയർനെസ് ആയിരിക്കും. ഇത് നമ്മൾ ഓരോ മെഡിസിൻ മേടിക്കുമ്പോഴും കഴിക്കുമ്പോഴും കൺസ്യൂം ചെയ്യുമ്പോഴും ടു നോ വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വൈ വി ആർ ടേക്കിംഗ് ഇറ്റ്. So happy to be a part of this. Thank you so much everyone here for being here today. Thank you. Saaf. First of all, വന്ന എല്ലാവർക്കും നന്ദി. എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തത് വിവേക് ബ്രോ ആണ്. താങ്ക് യു ബ്രോ. ചേട്ടാ താങ്ക് യു സോ മച്ച്. ഹോട്ട്സ്റ്റാർ താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് മെഡിക്കൽ റെപ്പാണ്. അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു പണി വരുന്നുണ്ട്. 2 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഫൈനലി 19-ാം തീയതി ഇറങ്ങാൻ പോവാണ്.
സന്തോഷം. എല്ലാവരും ഇത് കാണാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടൊരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും കാണുമ്പോൾ ചോദിക്കും എപ്പോഴും ഇറങ്ങാം. ഫൈനലി ഇറങ്ങാൻ പോവാണ്. എല്ലാവരും കാണാം. ഈ കണ്ടവർക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. താങ്ക് യു സോ മച്ച്. മുത്തേ അവസാനം ഇറങ്ങി എന്ന് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടു, അതെന്താണ് പറയുന്നത്? വളരെ പേഴ്സണൽ ഒരു ജേർണി ഇത്ര മനോഹരമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാൻ സാധിച്ചത് ഇത്ര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. അബ്സല്യൂട്ട്ലി ഇമോഷണൽ മൊമെന്റ് ആണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. മെഡിക്കൽ റെപ്സിന്റെ കാര്യം രണ്ടുപേരും പറഞ്ഞതുകൊണ്ടാണ്. സെയിൽസിന്റെ പ്രഷറിൽ ഓടി നടക്കുന്നവർക്കെതിരെ അല്ല നമ്മളുടെ ഈ സീരീസ്. മെഡിക്കൽ റെപ്സിന്റെയും സെയിൽസ്മാൻമാരുടെയും ബുദ്ധിമുട്ട് ഞാൻ വർക്ക് ചെയ്തതാണ് ഫാർമയിൽ. ഇതിൽ ആദ്യത്തെ 2 എപ്പിസോഡിൽ കണ്ട എല്ലാ കഥാപാത്രങ്ങളും ഞാനൊരു വളരെ നല്ല കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഞാൻ കണ്ട മറ്റ് കമ്പനിയിലെ ആളുകൾ നേരിട്ട് കണ്ട 100% ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് ആണ് ഇതിനകത്ത് കാണിച്ച ഓരോ വ്യക്തി, ഓരോ കഥാപാത്രം, ഓരോ സംഭവം. അപ്പോൾ എല്ലാ റെപ്സിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ കണ്ട കാഴ്ചകളായിട്ട് തന്നെ തോന്നുമെന്നാണ് വിശ്വാസം.